മഞ്ചാടിക്കുന്നിലെ കൂട്ടുകാരെ, കുഞ്ഞാറ്റക്കിളിയുടെ കൂട്ടുകാരെ, പാട്ടുകൾ പാടി രസിക്കേണ്ടേ, അക്ഷരം ചൊല്ലി പഠിക്കേണ്ടേ. മഞ്ചാടിക്കുന്നിലെ കൂട്ടുകാരെ, കുഞ്ഞാറ്റക്കിളിയുടെ കൂട്ടുകാരെ, പാട്ടുകൾ പാടി രസിക്കേണ്ടേ, അക്ഷരം ചൊല്ലി പഠിക്കേണ്ടേ. മഞ്ചാടിക്കുന്നിലെ കൂട്ടുകാരെ, കുഞ്ഞാറ്റക്കിളിയുടെ കൂട്ടുകാരെ, പാട്ടുകൾ പാടി രസിക്കേണ്ടേ, അക്ഷരം ചൊല്ലി പഠിക്കേണ്ടേ. അമ്പത്തിയാറക്ഷരങ്ങൾ കൊണ്ട് അക്ഷരമാല കോർക്കേണ്ടേ, ആവർത്തിച്ചെഴുതി പഠിക്കേണ്ടേ, ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടേ. ആവർത്തിച്ചെഴുതി പഠിക്കേണ്ടേ, ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടേ. മഞ്ചാടിക്കുന്നിലെ കൂട്ടുകാരെ, കുഞ്ഞാറ്റക്കിളിയുടെ കൂട്ടുകാരെ, പാട്ടുകൾ പാടി രസിക്കേണ്ടേ, അക്ഷരം ചൊല്ലി പഠിക്കേണ്ടേ. പാട്ടുകൾ പാടി രസിക്കേണ്ടേ, അക്ഷരം ചൊല്ലി പഠിക്കേണ്ടേ. നമ്മൾ ഈ കടലിലൂടെ കുറെ ദൂരം യാത്ര ചെയ്താൽ എവിടെ എത്തും? വേറൊരു നാട്ടിലെത്തും. ഈ ലോകത്ത് ഒരുപാട് നാടുകളുണ്ട്. നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മയായ നാടേ, നന്മയാർന്ന നാടേ, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. ഗംഗ യമുന കാവേരി സംഗമത്തിൻ രാജ്യം, ഗിരിസാഗര സൗന്ദര്യ സംഗമത്തിൻ രാജ്യം. അന്യരല്ല നമ്മൾ, ഒരമ്മ പെറ്റ മക്കൾ, അന്ത്യശ്വാസമെത്തുവോളം കാത്തുവെക്കും അമ്മയെ. കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ? കുങ്ങിക്കുണുങ്ങി നടക്കും കരയിൽ കിന്നാരം പാടിയൊരുങ്ങുന്നു. ആരു
വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അനേകം സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സുന്ദര കേരളം. മലയാള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. മലയാളത്തിലെ അ എന്ന അക്ഷരം. അമ്മ. എത്ര മനോഹരമായ പദം. മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അമ്മ. റോസിമോൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രോഗം വന്നാൽ ഉണ്ണാതെ ഉറങ്ങാതെ പരിചരിക്കുന്നു അമ്മ. സ്നേഹത്തിന്റെ ആൾരൂപമാണ് അമ്മ. നമുക്ക് അമ്മയെക്കുറിച്ച് ഒരു പാട്ട് കേൾക്കാം. അച്ഛനെയും നാം സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം. അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ താങ്ങായും തണലായും മക്കളുണ്ടാവണം. റോസിമോൾ പറഞ്ഞത് ശരിയാണ്. ആനയെ കണ്ടിട്ടുണ്ടോ? കരയിലെ വലിയ ജീവിയാണ് ആന. നീണ്ട തുമ്പിക്കൈയും വലിയ ചെവികളുമുള്ള ആനയെ കാണാൻ നല്ല ചന്തമാണ്. ഉത്സവത്തിന് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ആനയെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ. നമ്മൾ മലയാള ഭാഷയിലെ അ, ആ എന്നീ അക്ഷരങ്ങൾ പഠിച്ചു. അടുത്ത അക്ഷരം ഏതാണെന്ന് അറിയാമോ? അ, ആ, ഇ, ഈ. അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുന്നു. വാക്കുകൾ നമുക്ക് അറിവ് പകർന്നു തരുന്നു. ഈ ലോകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും കുറിച്ച് പഠിക്കണം. ആകാശത്തെയും അതിലെ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കണം. ഇതെല്ലാം പഠിക്കാനാണ് നാം സ്കൂളിൽ പോകുന്നത്. സ്കൂളിലെത്തിയാൽ ടീച്ചർ പഠിപ്പിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ പഠിക്കണം. ഗോൾഫി ചേട്ടാ, ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് പറയാമോ? ഈ ഇല. ഇലയുടെ നിറം പച്ച. ഈ ഈച്ച. ഈച്ച രോഗങ്ങൾ പരത്തും. ഇതുവരെ നാം മലയാളത്തിലെ 4 അക്ഷരങ്ങളാണ് പഠിച്ചത്. അടുത്ത അക്ഷരം ഏതാണെന്ന് അറിയാമോ? ഊ. ഊ. ഉണ്ണിക്കുട്ട ചങ്ങാതി ഊണ് കഴിക്കാൻ പോരുന്നു.
വന്നാലോ ഊണിൽ കൂട്ടാനെന്നുണ്ട്. കുറിയിൽ ഉണ്ടൊരു ഉപ്പേരി, കറിയുണ്ടല്ലോ വെള്ളേരി. ഉച്ചക്കുണ്ണാൻ വന്നാലോ ഊണിൽ കൂട്ടാനെന്നുണ്ട്. കുറിയിൽ ഉണ്ടൊരു ഉപ്പേരി, കറിയുണ്ടല്ലോ വെള്ളേരി. ഊണ് കഴിച്ച് കഴിഞ്ഞാലോ ഊഞ്ഞാലെവിടെ കെട്ടും നീ. മുറ്റത്തുള്ളൊരു മാവിന്റെ അറ്റത്തുള്ളൊരു കൊമ്പത്ത് ഉണ്ണിക്കുട്ടാ ചങ്ങാതി ഊണ് കഴിക്കാൻ പോരുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞാലോ ഊഞ്ഞാലാടാൻ പോകാലോ. മനോഹരമായ പാട്ട്, നല്ല രസം. കഴിഞ്ഞ ദിവസം ടീച്ചർ കുറേ പൂക്കളുടെ പേരുകൾ പറഞ്ഞു തന്നു. പൂക്കൾ വളരെ മനോഹരമാണ്. പല വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കളുണ്ട്. ഏതൊക്കെ നിറത്തിലുള്ള പൂക്കളുണ്ടെന്ന് കിത്തുവിനറിയാമോ? ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ, നീല. തുമ്പപ്പൂവിന് വെള്ള നിറം, കൊന്നപ്പൂവിന് മഞ്ഞ നിറം, ചെമ്പരത്തിപ്പൂവിന് ചുവപ്പ് നിറം. പൂക്കളിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റകളെ കാണാൻ നല്ല ചന്തമാണ്. പൂക്കൾക്ക് ഭംഗി മാത്രമല്ല സുഗന്ധവും ഉണ്ടാവും. എൻ്റെ വീടിനടുത്ത് ഞാനൊരു കൊച്ചു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പൂമ്പാറ്റകളും തുമ്പികളും പാറി കളിക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. ആ തോട്ടത്തിൽ എത്ര തരം പൂക്കളുണ്ടെന്ന് കേൾക്കണോ? പാട്ട് കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ? മനോഹരമായ പാട്ട് പാടുന്ന ഒരു പക്ഷിയെ അറിയാമോ? അറിയില്ല. എന്നാ കേട്ടോളൂ, പൂങ്കുയിൽ. പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? മുറ്റത്തെ തൈമാവ് പൂത്തിട്ടുണ്ടേ, ചുറ്റും കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടേ. മുറ്റത്തെ തൈമാവ് പൂത്തിട്ടുണ്ടേ, ചുറ്റും കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടേ. പൂമ്പാറ്റക്കൂട്ടങ്ങൾ കൂട്ടിനുണ്ടേ, തൂവാനത്തുമ്പികൾ പാറുന്നുണ്ടേ. പൂമ്പാറ്റക്കൂട്ടങ്ങൾ കൂട്ടിനുണ്ടേ, തൂവാനത്തുമ്പികൾ പാറുന്നുണ്ടേ. പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? തുമ്പപ്പൂ പോലുള്ള ചോറ് തരാം, സാമ്പാർ
മാമ്പഴച്ചാറ് തരാം, കൊമ്പിൽ പായസം നീട്ടി തരാം, കൂട്ടത്തിൽ മാമ്പഴച്ചാറ് തരാം. പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? പാട്ടു പാടാം, ആൽമരച്ചോട്ടിലെ കാറ്റ് കൊള്ളാം. ഓലപ്പേപ്പി മൂളിപ്പാട്ടു പാടാം, ആൽമരച്ചോട്ടിലെ കാറ്റ് കൊള്ളാം. ഞാവൽ പഴം പറിച്ചിട്ടു തരാം, ഊഞ്ഞാലു കെട്ടി ഞാൻ ആട്ടിത്തരാം. ഞാവൽ പഴം പറിച്ചിട്ടു തരാം, ഊഞ്ഞാലു കെട്ടി ഞാൻ ആട്ടിത്തരാം. പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരക്കുന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ? നല്ല രസം. ഹോ, എന്തൊരു ചൂട്! എങ്ങനെയാണ്? നല്ല വെയിലുണ്ട്. എങ്ങനെയാണ് വെയിലുണ്ടാകുന്നത്? ഞാൻ പറയാം. കേൾക്കട്ടെ കേൾക്കട്ടെ. സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് വെയിൽ അനുഭവപ്പെടുന്നത്. സൂര്യൻ കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് സൂര്യൻ. നമുക്ക് സൂര്യന്റെ അടുത്തേക്ക് പറന്നു പോയാലെന്താ? അതിന് നമുക്ക് ചിറകുകളില്ലല്ലോ. നമുക്ക് പറക്കാൻ കഴിയാത്തതെന്താ? ദൈവം ഓരോ ജീവികൾക്കും വ്യത്യസ്ത കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. നീന്താൻ കഴിയുന്നവ, പറക്കാൻ കഴിയുന്നവ, നടക്കാൻ കഴിയുന്നവ. മത്സ്യങ്ങൾ നീന്തുന്നു, പക്ഷികൾ പറക്കുന്നു. പറക്കാൻ കഴിയാത്ത പക്ഷികളും ഇല്ലേ? ഉണ്ട്. പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി ഇവയൊന്നും പറക്കില്ല. തത്ത, പ്രാവ്, കുരുവി, കാക്ക ഇവയെല്ലാം പറക്കാൻ കഴിവുള്ള പക്ഷികളാണ്. കാക്കയുടെ നിറം കറുപ്പ്, തത്തയുടെ നിറം പച്ച. തത്തമ്മ പെണ്ണേ, തത്തമ്മ പെണ്ണേ. തത്തയെക്കുറിച്ച് വേറൊരു പാട്ട് കേൾക്കണോ? തത്തേ തത്തേ പച്ച തത്തേ, തെങ്ങിൻ തയ്യൽ തൂങ്ങും തത്തേ, താഴെ കൊണ്ടുവരാമോ തത്തേ, താളത്തിൽ നീ മൂളാമോ? തിന്നാൻ തീറ്റ തരാം ഞാൻ, തങ്ങാൻ തങ്കക്കൂടും നൽകാം. തിന്നാൻ പൂച്ച വരുന്നത് തടയാൻ, തുടിയിലെ കിണറിൽ തുടിയിൽ തൂക്കാം. തത്ത ധാന്യങ്ങളും പഴങ്ങളും തിന്നുന്നു. എന്നാൽ കാക്കയോ കിട്ടുന്നതെല്ലാം തിന്നും. തക്കം കിട്ടിയാൽ കോഴിക്കുഞ്ഞുങ്ങളെയും തിന്നും. പണ്ട് ഒരു കാക്ക ഒരു ശപഥം ചെയ്തു. എന്താണെന്നോ? ഇനി മേലിൽ ഒരു കോഴിക്കുഞ്ഞിനെയും റാഞ്ചിയെടുത്ത് ഭക്ഷിക്കില്ലെന്ന്. പിന്നീട് എന്തു സംഭവിച്ചെന്നോ? ദാ കണ്ടോളൂ. നല്ലതു മാത്രം ചിന്തിച്ചു.
കാക്ക റാഞ്ചിയെടുക്കാൻ വരുമ്പോൾ കോഴിക്കുഞ്ഞിന് വേഗം പറന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ? കോഴികൾക്ക് എന്താ വേഗത്തിൽ പറക്കാൻ കഴിയാത്തത്? കോഴികൾക്ക് കുറച്ചൊക്കെ പറക്കാൻ കഴിയും, എന്നാൽ അധികം ഉയരത്തിൽ പറക്കാൻ കഴിയില്ല. പക്ഷേ കുറുക്കനെ കണ്ടാൽ കോഴികൾ പറന്ന് മരത്തിന് മുകളിൽ ചെന്നിരിക്കും. കുറുക്കന്മാർ മഹാസൂത്രശാലികളാണ്. ഒരിക്കൽ ഒരു കുറുക്കൻ കാട്ടിലൂടെ തീറ്റ തേടി നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അറിയാതെ ഒരു കെണിയിൽ കുടുങ്ങിയത്. എന്നിട്ടെന്താ, കുറുക്കന്റെ വാല് മുറിഞ്ഞുപോയി. കുറുക്കൻ പിന്നെ എന്ത് ചെയ്തെന്നോ? ഇതാ കണ്ടോളൂ. കുട്ടപ്പന്റെ പെട്ടിക്കടയിൽ ഒരു തെന്നകത്ത് കയറി ഒരു
പഴം എടുത്തുടനെ നിലത്തിട്ട് സ്ഥലവും വിട്ട് ആ കുട്ടപ്പന്റെ കുട്ടപ്പന്റെ പെട്ടിക്കടയിൽ ഒരുത്തൻ വന്നകത്തു കയറി ഒരു പഴം എടുത്തുടനെ നിലത്തിട്ട് സ്ഥലവും വിട്ട് ഉറുമ്പിനെ അകത്താക്കാൻ ഇറുക്കൻ കവുളി വന്നേ കവുളിയെ ശാപ്പിടുവാൻ കരിമ്പുച്ച ചാടി വീണു കരച്ചിലും ഞരക്കവുമാ കടക്കുള്ളിൽ കലഹവുമാ കളിയെല്ലാം കണ്ടിരിക്കും വിളയൻ ചെറുനായയും ഉരച്ചു പരക്കെ പാഞ്ഞു കടിപിടി നിരയായി പലഹാര ഭരണി പൊട്ടി കുട്ടപ്പന്റെ നിലയും തെറ്റി തട്ടിമുട്ടി പെട്ടിയും വീണു പണമെല്ലാം ചിതറി വീണു കുട്ടപ്പന്റെ അത് കണ്ട് ജനങ്ങൾ കൂടി പലതുമായി പലരും ഓടി കലാപത്തിൻ വഴിയായി കലഹത്തിൻ കഥയായി അടിപിടി കടിപിടി അടിപിടി കടിപിടി അടിപിടി പലപിടി പലപിടി പിടി പലി പിടതിയ പിടി പലി അക്കുത്തിക്കു താളിക്കുത്തി തമത തിമൃതത്തോം തമത തിമൃതത്തോം തമത തിമൃതത്തോം. മനോഹരമായ പാട്ട്, നല്ല രസം. കാണാൻ നല്ല തമാശയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ചതിക്കാനോ പാടില്ല. അവസരത്തിനൊത്ത് വാക്കുകൾ മാറ്റി പറയുന്നതും നല്ലതല്ല. ചതിയന്മാർക്ക് അവസാനം ആപത്തായിരിക്കും സംഭവിക്കുക. ചതിയനായ ഒരു ചുണ്ടലിയുടെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ നല്ലവനായ ഒരു പുള്ളിത്തവളയും ചതിയനായ ഒരു ചുണ്ടലിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചുണ്ടനെല്ലി ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. മഴ പെയ്തല്ലോ, ഇനി എന്ത് ചെയ്യും? മഴ നനഞ്ഞാൽ ജലദോഷം പിടിക്കും. തൽക്കാലം ഈ കുട മതി. നമ്മുടെ പുള്ളിത്തവളയാണല്ലോ ആ നിൽക്കുന്നത്. പച്ചത്തവളെ പുള്ളിത്തവളെ എങ്ങോട്ടായി പോകുന്നു? എന്തിനായി പോകുന്നു? അരിയും പയറും വാങ്ങിക്കാനായി ചന്തയിലേക്ക് പോകുന്നു. പുള്ളിത്തവളെ പുള്ളിത്തവളെ, മഴ നനഞ്ഞിട്ട് വയ്യ, നിന്റെ കുട ഒന്ന് തരാമോ? ഞാൻ വീട്ടിൽ പോയി കുട എടുത്തു വന്നിട്ട് നിന്റെ കുട മടക്കി തരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മഴ കൊള്ളില്ലേ? നീ തൽക്കാലം ഈ കൂണിനടിയിൽ ഇരുന്നോ, ഞാൻ ഉടനെ മടങ്ങിയെത്താം. ശരി, സുഹൃത്തിനെ സഹായിക്കാം. ദാ കുട. സമയം ഒത്തിരി ആയല്ലോ. ചുണ്ടനെല്ലിയെ ഇതുവരെ കാണാനില്ലല്ലോ. ഇനി എന്തു ചെയ്യും? എന്തായാലും അവന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ പുള്ളിത്തവളയല്ലേ ആ വരുന്നത്? സൂത്രത്തിൽ ഇവനോടൊപ്പം കൂടാ. പച്ചത്തവളെ പുള്ളിത്തവളെ എങ്ങോട്ടായി പോകുന്നു? എന്തിനായി പോകുന്നു? അരിയും പയറും വാങ്ങിക്കാനായി ചന്തയിലേക്ക് പോകുന്നു. ഇടിയും മഴയും വന്നല്ലോ, ഇവിടെ നിൽക്കാൻ വയ്യല്ലോ. പച്ചത്തവളെ പച്ചത്തവളെ, കൂടെ ഞാനും വന്നോട്ടെ. ഇവൻ ചതിക്കുമോ? എന്തായാലും ഇവനെ ഈ സഞ്ചിയിലിട്ട് കൊണ്ടുപോകാം. ശരി, ഈ സഞ്ചിയിൽ കയറിയിരുന്നോളൂ.
മണ്ടനലി, കുടയെവിടെ എൻ കുടയെവിടെ? ഏത് കുട? കുടയെവിടെ എൻ കുടയെവിടെ? പുള്ളിത്തവളയുടെ സഞ്ചിയിൽ നിറയെ അരിയും പയറുമായിരിക്കും. ആ മണ്ടൻ തവളയെ പറ്റിച്ച് അതെല്ലാം സ്വന്തമാക്കണം. ഓ, കുടയോ? നിന്റെ കുട ആ മാളത്തിനകത്തുണ്ട്. ആ സഞ്ചി ഇവിടെ വെച്ചിട്ട് പോയി എടുത്തോളൂ. ശരി, സഞ്ചിയിൽ എന്താണുള്ളതെന്ന് നോക്കാം. അമ്മോ, രക്ഷിക്കണേ! സർപ്പം, സർപ്പം! ഈ കഥയിൽ നല്ല ഗുണപാഠമുണ്ട്. ആ, പൂമ്പാറ്റകളും തുമ്പികളും പാറി കളിക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. പൂക്കളിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റകളെ കണ്ടോളൂ. പേരുകൾ ചൊല്ലിടാം, പൂക്കളിറുത്ത് കളിച്ചിടാം. ഒന്നേ ഒന്നേ ഒന്നായി എണ്ണാൻ വരുമോ ചെങ്ങാതി? പൂക്കളെ പേരുകൾ ചൊല്ലിടാം, പൂക്കളിറുത്ത് കളിച്ചിടാം. പത്താം പൂവ് മത്തപ്പൂ. പൂക്കളെ പേരുകൾ ചൊല്ലിടാം, പൂക്കളിറുത്ത് കളിച്ചിടാം. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ? പൂക്കും പൂക്കും തവളച്ചീട്ട, പൂക്കും പൂക്കും തവളച്ചീട്ട, എന്തിനു ബഹളം വെക്കുന്നു? മാക്രി 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 ചേട്ട, എന്തിനു ആർത്തു വിളിക്കുന്നു? പൂക്കും പൂക്കും തവളച്ചീട്ട, എന്തിനു ബഹളം വെക്കുന്നു? മാക്രി 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 ചേട്ട, എന്തിനു ആർത്തു വിളിക്കുന്നു?
നമ്മൾ മറ്റൊരു ദ്വീപിൽ എത്താറായി. അവിടെ മനോഹരങ്ങളായ ഒത്തിരി കാഴ്ചകളുണ്ട്. എന്താ, കൂട്ടുകാർക്ക് കാണാൻ ആഗ്രഹമില്ലേ? ആ രസകരമായ കാഴ്ചകൾ നമുക്ക് ഉടനെ തന്നെ കാണാം.